ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉരുളൻകിഴങ്ങ് ചീസ് അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ, ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കല്ലേ. അപ്പോൾ അത് വീഡിയോയിലേക്ക് പോയിട്ടോ. ഞാനിപ്പോൾ ഉരുളൻകിഴങ്ങ് ഒരു 3 വേവിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് ഉടച്ചൊക്കെ നന്നായി. ഇത്തിരി ബലം ചൂടാറിക്കാനൊന്നും ബലം വന്നിട്ട് നന്നായി ചൂടാറി. അപ്പോൾ അതിലേക്ക് 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉരുളൻകിഴങ്ങ് ആദ്യം പൊടിച്ച് റെഡിയാക്കിയിട്ടിട്ട് അപ്പോൾ അതിലേക്ക് 2 ബ്രെഡ് എടുക്കുക. 1 ബ്രെഡ് നമുക്ക് മാറ്റിയേക്കാം, 2 ബ്രെഡ് മതിയിട്ട്. 2 ബ്രെഡ് എടുത്തിട്ട് അത് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പിച്ച് വെച്ചിട്ടിട്ട് അതിലേക്ക് പൊടിച്ച് ചേർക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ അങ്ങനെ നന്നായി പൊടിച്ചാൽ അത് പൊടിയണമെന്നുള്ളൂ. മിക്സിയിൽ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ തന്നെ നമുക്കത് പൊടിയും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എല്ലാം ഒരു സബോള ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്തു കേട്ടോ. മല്ലിച്ചപ്പ് ഇതുപോലെ തന്നെ കുറച്ച് ചെറുതാക്കി അരിഞ്ഞത് ചേർത്തു. പിന്നെ മഞ്ഞൾ ഒരു 1/4 ടീസ്പൂണ്, ഒരു ചെറിയ ടീസ്പൂൺ ഇട്ടാൽ അത് 1/4 ടീസ്പൂൺ ഉണ്ടാവുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ കറി മസാലപ്പൊടിയില്ലേ അത് 1 ടീസ്പൂണോളം ചേർത്തു. പിന്നെ ചിക്കൻ മസാലയുടെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്തു. ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ, അതൊരു കഷ്ണം ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ചേർത്തു. 1 ടീസ്പൂണോളം ഉണ്ട്. പിന്നെ അരിപ്പൊടി നമുക്കൊരു 1/4 പാത്രത്തോളം ഇടാട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ബാക്കി പൊടി ഇടാം കേട്ടോ. എല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വേറെ വെള്ളമൊന്നും ഉപയോഗിക്കരുത്. എല്ലാ ഉരുളൻകിഴങ്ങിൻ്റെയൊക്കെ വെള്ളവും പിന്നെ ഒരു മുട്ട ഉടച്ച് ചേർക്കണ്ടിട്ടാ, ഒന്ന് ഇതിന് സോഫ്റ്റിനും ഇതിനൊക്കെ വേണ്ടിയിട്ടാ. അപ്പോൾ അത് ആ മുട്ട കൊണ്ട് നമുക്ക് കൈ നനവ് കിട്ടുമായിരിക്കും. അപ്പോൾ ആ മുട്ടയൊക്കെ കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായി കുഴയ്ക്കുക. അപ്പോൾ അതിൽ പൊടി പോരാന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് പൊടി കൂടി ചേർക്കാം കേട്ടോ. ഒരു 3/4 പാത്രത്തോളം പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, ആ പാത്രം ബാക്കിയുണ്ട്. ഞാൻ നന്നായി മിക്സാക്കി കുഴച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ 1 ടീസ്പൂണോളം ഞാൻ നെയ്യ് ചേർത്തു കേട്ടോ. അപ്പം നെയ്യിൽ ഇതൊക്കെ ആകുമ്പോൾ കൈമൊന്ന് വിട്ട് കിട്ടാൻ നല്ലതാണ്. അല്ലെങ്കിൽ ഓയിൽ എന്താ വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നെയ്യ് ചേർത്തു എന്ന് മാത്രം. നമുക്ക് കയ്യിൽ എന്തുള്ളെങ്കിൽ അതിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ഓയിൽ ഏതാ വെച്ചാൽ ചേർക്കാം. അപ്പോൾ ആ നെയ്യ് ചേർത്ത് കുഴച്ചിട്ടും കൈ മൊട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൈയിൻ്റെ അടിയിൽ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൈയിൻ്റെ അടിയിലാക്കിയിട്ട് കുഴച്ചിട്ട് നന്നായി ഉരുട്ടിയെടുത്തിട്ട് കുഴച്ച്, അപ്പോൾ കൈമൊന്നൊക്കെ ഒന്ന് പോരാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. ഉരുട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പലക എടുക്കുക. പലയാകുമ്പോൾ ഇത്തിരി എണ്ണ പുരട്ടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഒരു ഉരുള, ഇത്തിരി വലുപ്പത്തിൽ ഉരുള എടുക്കുക കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ഒരു ബ്രെഡിൻ്റെയൊക്കെ വലുപ്പത്തിൽ ആദ്യം ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് 4 മൂലി നമുക്കൊന്ന് വെട്ടി ഒരു ബ്രെഡിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുക്കുക കേട്ടോ. ബ്രെഡിൻ്റെ വലുപ്പത്തിൽ 4 ഭാഗത്തുനിന്നും ഒപ്പാക്കിയിട്ട് വെട്ടിയെടുക്കുക. ഇതുപോലെ 4 ഭാഗവും വൃത്തിയാക്കി വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ ഇങ്ങനെ ഒപ്പായി കിട്ടിയിട്ട് അത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി അവിടെ തന്നെ കുറച്ച് ഒരു ഉരുളയും കൂടി വേറെ എടുക്കുക. മാവ് ഇതുപോലെ തന്നെ ബ്രെഡിൻ്റെ ആകൃതിയിൽ പരത്തുക. 4 ഭാഗം ഒപ്പാവാൻ വേണ്ടിയിട്ടൊന്ന് വെട്ടി ബ്രെഡിൻ്റെ രൂപത്തിൽ വെട്ടിയെടുക്കുക കേട്ടോ. 2 ഭാഗവും 4 ഭാഗവും വേണം കേട്ടോ, നല്ല ഒപ്പായിട്ട് വൃത്തിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ആ ബ്രെഡ് അതും 4 ഭാഗം വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ചീസ് ഉണ്ടല്ലോ, നമ്മുടെ സ്ലൈറ്റ് രൂപത്തിൽ കിട്ടുന്ന ആ ചീസ് ഉണ്ടല്ലോ, ആ ചീസ് ഇതിൻ്റെ നടുവിൽ ഞാൻ ഒരെണ്ണം കവർ പൊട്ടിച്ച് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ചീസോട് കൂടി ഇതിങ്ങനെ ആകുമ്പോൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മിൽക്കിൻ്റെ ചീസാണ്. അപ്പോൾ നമുക്ക് നടുഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ ആദ്യം പരത്തി വെച്ച പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഒപ്പമായി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒപ്പാക്കുക കേട്ടോ 4 പുറം. അതിന് ശേഷം 3 പീസാക്കി മുറിക്കുക. ഞാനതിപ്പോൾ 2 പീസാക്കി മുറിച്ച് നോക്കി. അപ്പോൾ ഇത്തിരി വലിപ്പം കൂടിയിട്ടാണ് 3 പീസാക്കാൻ നല്ലത്. അപ്പോൾ ഒതുങ്ങിയ നല്ല ചതുര കഷ്ണമായ പോലെ കിട്ടും. ഇതിപ്പോൾ 2 പീസ് ഇത്തിരി വലിപ്പം കൂടി. ഇനി ഉണ്ടാക്കണമൊക്കെ നമുക്ക് 3 പീസാക്കി മുറിക്കാം കേട്ടോ. എന്നിട്ട് ആ ചീസുള്ള ഭാഗം ഉണ്ടല്ലോ, അത് മുറിച്ച ഭാഗം, ആ ഭാഗമൊക്കെ ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാവ് കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക, ഉപ്പാക്കി എടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കും. ഇതങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണെന്ന് പറയാം കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. 2 റെഡി ആയിട്ട് അത് നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ചീസുള്ള ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ മാവ് കൊണ്ട് ടോപ്പാക്കുക.
ഇപ്പോൾ 2 ആയിട്ടുണ്ട്. ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി എടുത്ത് വയ്ക്കുക കേട്ടോ. ഇതുപോലെ എല്ലാ മാവ് കൊണ്ടും നമുക്ക് പരത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ ഇതേപോലെ തന്നെ ചീസ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുക. അത് എല്ലാതും ഞാൻ അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഒരു പാൻ വെച്ച് ചൂടായിട്ട് അതിൽ എണ്ണ ഒഴിച്ചു. എണ്ണ തിളച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 4 പീസ് നമ്മൾ റെഡിയാക്കിയത് സ്നാക്സ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഇത് ബ്രെഡ് എന്നൊക്കെയുള്ള കാരണം വേഗം മൊരിയും കേട്ടോ. ഉരുളൻകിഴങ്ങൊക്കെ വെന്തതും അല്ലേ. അപ്പോൾ നമുക്കൊന്ന് മുകൾ ഭാഗം ഒന്നൊക്കെ മൊരിഞ്ഞ് കിട്ടിയാൽ മതി. 2 പുറം നല്ല മാതിരി മൊരിഞ്ഞ് വന്നു തുടങ്ങിയിട്ട് അടിഭാഗം നമുക്ക് മറച്ച് കൊടുക്കുക. കണ്ട, ചുവപ്പ് കളറായി തുടങ്ങി. അപ്പോൾ അടിഭാഗം മറച്ച് കൊടുക്കാൻ ഈ ഭാഗം വേഗം കിട്ടും. 5 മിനിറ്റിനുള്ളിൽ 2 ഭാഗം മൊരിഞ്ഞ് കിട്ടും. ബ്രെഡ് അരിപ്പൊടിയൊക്കെ അല്ലേ, വേഗം മൊരിയും കേട്ടോ. പിന്നെ ഉരുളൻകിഴങ്ങ് നന്നായി വെന്ത് ഉടച്ച് ചേർത്തതല്ലേ നമ്മൾ. അപ്പോൾ ആ ഭാഗം 2 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഭാഗം അതിൻ്റെ നമുക്കിനി ഓരോന്നായിട്ട് ഇതിന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അത് ഈ എണ്ണയൊന്നും കുടിക്കണില്ല കേട്ടോ. വേഗം ഇങ്ങനെ വാർന്ന പോലെ കിട്ടുന്നുണ്ട്. കണ്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഏതായാലും നമ്മൾ ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, പുട്ടൊക്കെ അല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെയുള്ളതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇങ്ങനെയുള്ള ചീസൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം ഞാൻ തോന്നുന്നു. അപ്പോൾ എല്ലാതും ഞാനിതുപോലെ ഉണ്ടാക്കിയിട്ടാണ് നോക്കിയത്. ചീസൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ. കഴിക്കാനും രസമുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്ക്. നോക്കി ഉള്ളിൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ ചീസോട് കൂടി കടിച്ചിടുമ്പോഴേ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ മൊരിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക കേട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.